ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് ഭാഗവതത്തിലൂടെയുള്ള യാത്ര വീണ്ടും തുടരാനായിട്ട് സാധിച്ചു. 2 ദിവസങ്ങളിലായിട്ട് പാരായണം ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച ഇലക്ഷൻ്റെ ഇത് കാരണം കൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണല്ലോ. അതിന് പോയി മുല്ലോർലി ക്ഷേത്രത്തിൽ വെച്ച് നാമജപമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും റെക്കോർഡൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ അടുത്ത് പുതുക്കാട് മണിവർണ്ണൻ, പുല്ലോർമണ്ണ മണിവർണ്ണൻ തിരുമേനിയുടെ ഭാഗവത സപ്താഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ പോകണം എന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് വേഗം അവിടെ പോയി കൃഷ്ണാവതാരം, ഇന്നലെ രുക്മിണി സ്വയംവരം ഒക്കെ അനുഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ ഭഗവാന്റെ ബാലലീലകളും വൃന്ദാവന ലീലകളും ഒക്കെ മനോഹരമായ വൃന്ദാവന ലീലകളും ബാലലീലകളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് 2 ദിവസം പാരായണത്തിന് സാധിക്കാതിരുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ പാരായണം ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് 9ാമത്തെ ദ്വിതീയ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ്. ശങ്കാനിരൂപണം എന്നുള്ള ആ പേര് ഓടുകൂടിയിട്ടുള്ള ആ ഒരു അധ്യായമാണ് വായിച്ച് സമർപ്പിച്ചത്. മൂലഭാഗവതവും അക്കിത്ത ഭാഗവതവും ചേർത്തുകൊണ്ടുള്ള ഒരു പാരായണമാണ്. മൂലം പാരായണം ചെയ്യാൻ സാധിക്കുക എന്നതുപോലെ തന്നെ അതിൻ്റെ ആ അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പാകത്തിന് അക്കിത്ത ഭാഗവതം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്, ശ്ലോകാനുശ്ലോകം വിവർത്തനം ചെയ്തതും കൂടി പാരായണം ചെയ്യണു. ഇത് എപ്പോഴും എന്നും എന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ആരെങ്കിലും ഇടയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൂടുതൽ അവർക്കത് പൂർണ്ണമായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പം ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ട ഭാഗം ദ്വിതീയ സ്കന്ധത്തിലെ 10ാം അധ്യായമാണ്. ഈ 10ാം അധ്യായത്തോടു കൂടിയിട്ട് ദ്വിതീയ സ്കന്ധം അവിടെ സമർപ്പിക്കും. പിന്നെ തൃതീയ സ്കന്ധമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരേ മനസ്സോടു കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ പ്രേമഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണ്ടതുപോലെ ഇത് പാരായണം ചെയ്ത് മനസ്സിനെ ആ ഭഗവാനിൽ ചേർത്ത് നിർത്താൻ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടൊക്കെ കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വീണ് നമസ്കരിച്ചുകൊണ്ട് പാരായണത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും എല്ലാം ഈ ഓരോ ദിവസത്തെ പാരായണം കഴിയുമ്പോഴും കൂടുതൽ ഹൃദ്യമായിട്ട് തീരട്ടെ ഭാഗവതം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഇത് പാരായണം ചെയ്യാൻ കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന എനിക്കും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹവും കൂടി വേണം എന്നും കൂടി പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 10ാം അധ്യായം. ശ്രീ ബാദരായണി ഉവാച.
അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്യന്തരേശാനുകഥാ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാനം ശ്രുതേനാർത്ഥേന ചാഞ്ജസാ ഭൂതാമാത്രേന്ദ്രിയാധിയാം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യ ഇത് വിസർഗ പൗരുഷാ സ്മൃത സിധിർവൈകുണ്ഠവിജയാ പോഷണം തത് അനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ ഉദയകർമ്മവാസന അവതാരാനുചരിതം ഹരേശാസ്യാനുവർത്തിതവർത്തിനാം പുംസാം ഈശകഥാ പ്രോക്ത നാനാഖ്യാനോ ബർഹിത നിരോധോസ്യാനുചയനം ആത്മനഃ സഹ ശക്തിഭിः മുക്തിഭിർഹിത്വാന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി ആഭാസശ്ച നിരോധശ്ച യതശ്ചാധ്യാവസീയതേ സ ആശ്രയപരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ യോ അധ്യാത്മികോയം പുരുഷ സോസൗ ഏവാദിദൈവിക യസ്തോത്രഭയവിച്ഛേദ പുരുഷോ ഹ്യാധിഭൗതിക ഏകതരാഭാവേ യഥാനോ ഉപലഭാമഹേ ത്രിതയം തത്രയോ വേദ സ ആത്മാ സ്വാശ്രയാശ്രയ പുരുഷോണ്ഡം വിനിർഭിദ്യ യഥാസോ സാ വിനിർഗത ആത്മനോയനം അന്വിഷ്യൻ ആബോസ്രാക്ഷിത് ശുചി തസ്വാസ്തീത് സ്വസൃഷ്ടാസു സഹസ്രാ പരിവത്സരാൻ തേന നാരായണോ നാമ യഥാ പുരുഷോദ്ഭവ ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച യത് അനുഗ്രഹ സന്ധിയത് ഉപേക്ഷയാം ഏകോ നാനാത്വമന്വിച്ഛൻ യോഗതൽപാത് സമുസ്ഥിത വീര്യം ഹിരണ്മയോ ദേവോ മായയാ വിസൃജദ്ധിതാം അധിദൈവം അധധ്യാത്മം അധിഭൂതം ഇതി പ്രഭു അധൈകം പുരുഷം വീര്യം ത്രിധാ വിദ്യത തത്ശൃണു അന്തഃശരീര ആകാശാത് പുരുഷസ്യ വിചേഷ്ടിതാര ഓജസ്സഹോബലം ജജ്ഞേയ തതഃപ്രാണോ മഹാനസു അനുപ്രാണന്തിയം പ്രാണന്തം സർവജന്തുഷു അപാനന്ദം അപാനന്ദി നരദേവം ഇവാനുഗ പ്രാണേന ക്ഷിപതാശുസ്തൃഡ് അന്തരാജായതേ പ്രഭോ പിപാസതോ ജക്ഷതശ്ച പ്രാമുഖം നിരഭ്യദ്രുതാം മുഖതസ്ഥാലു നിർഭിന്നം ജിഹ്വാ തത്രോപജായതേ തതോ നാനാരസോ യജ്ഞേ ജിഹ്വയായോധിഗമ്യതേ വിക്ഷോർമുഖതോ ഭൂമ്നോ വന്യർവാഗ്വ്യാഹൃതം ത്വയോ ജലേ വൈതസ്യ സുചിരം നിരോധാ സമജായത നാസികേ നിരഭിദ്യേത്യം ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസീ ജിഗിക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായം രാജപ്രശ്നോത്തരം എന്ന പേരിലാണ് ഈ അക്കിത്ത ഭാഗവതത്തിൽ ഈ ഒരു അധ്യായം പറയണത്. ശ്രീ ശുകൻ പറഞ്ഞു, ഇനി സർഗവിസർഗങ്ങൾ സ്ഥാനം ലക്ഷണമൂതികൾ മന്വന്തരാവതാരങ്ങൾ നിരോധം മുക്തി ആശ്രയം ദശമത്തിൻ വിശുദ്ധിക്കായി ഒമ്പതിൻ ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നു. മഹാത്മാക്കൾ വേദത്തിൽ ചൊന്ന മാതിരി ഭൂതം ധീ ഇന്ദ്രിയമാത്ര ബ്രഹ്മത്താൽ ജാതമാകയാൽ സർഗാഭിതം ബ്രഹ്മസൃഷ്ടി കുതുകം പേർ വിസർഗവും സ്ഥിതിയാണ് അവതാരങ്ങൾ പോഷണം തദനുഗ്രഹം മന്വന്തരങ്ങൾ സ്വധർമ്മം കർമ്മവാസനയ ഊതിയും ഹരിതന്നവതാരങ്ങൾ ഭക്തർ തന്നാനുഭൂതികൾ ഇവയെ ഈശാനുകഥയെന്നു മഹാജനം. സഹശക്തികളിൽ ജീവൻ ലയിപ്പതു നിരോധമം ദേഹാത്മാവെന്നുള്ള എന്ന മിഥ്യ പോയാലുള്ളതു മിക്കതും ആവിർഭാവം പ്രളയവും നിശ്ചയിക്കുന്നതേതിനാൽ അതേ ബ്രഹ്മം അതേ പരമാത്മാവതാശ്രയം ആധ്യാത്മികൻ പുമാനാരാണവൻ താൻ ആദിദേവികൻ ഉഭയങ്ങളെ ഉണ്ടാക്കി തീർക്കുവോനാധിഭൗതികൻ ഇതിലൊന്നിന്നഭാവത്താൽ അവേദ്യം നോക്കു മറ്റതും മൂന്നിനും സാക്ഷിയായി നിൽപ്പൊൻ സ്വാശ്രയൻ നോക്കുമാശ്രയം. അണ്ടം ഭേദിച്ച പുരുഷൻ പുറത്തെത്തിയപ്പോഴോ തനിക്കയനാം അപ്പും സൃഷ്ടിച്ചാൻ അവനഞ്ജസ ഹരേ കൃഷ്ണ. താൻ നരൻ സൃഷ്ടിച്ച നീറ്റിൽ ആയിരത്താണ്ടുവാഴ്കയാൽ നാരായണാഭിഖ്യനായി പുരുഷൻ നാരമായി ജലം ജീവൻ ദ്രവ്യം കർമ്മകാല സ്വഭാവങ്ങൾ ഇതൊക്കെയും ഭവിക്കുന്നു നശിക്കുന്നു പുരുഷേച്ഛാനുസാരമായി. തൽപോസ്ഥിതൻ ദേവൻ ഏകൻ നാനാത്വവാഞ്ചയാൽ ഹിരൺമയം തൻ്റെ വീര്യം മൂന്നാക്കി തീർത്തുമായയാൽ ആദിദൈവികമാധ്യാത്മം ആദിഭൗതികമിങ്ങനെ ഏകപൗരുഷവീര്യത്തെ മൂന്നാക്കിയതു കേൾക്ക നീ. അന്തശരീരാകാശത്താൽ ദേഹേന്ദ്രിയ മനോബലം മൂന്നും തീർത്തു പുമാൻ വ്യാപ്തൻ. പിന്നെ പ്രാണൻ മഹാനയം രാജാവ് ആശ്രിതരാൽ പോല മഹാപ്രാണൻ സുപൂജിതൻ. സർവജന്തുക്കളിലെയും പ്രാണസ്പന്ദന വൃത്തിയാൽ ഉള്ളിൽ പ്രാണൻ തുടിച്ചുണ്ടായി പ്രഭുവിൽ പശിദാഹവും കുടിക്കാൻ തിന്നുവാൻ വെമ്പി കരുത്തും മുഖമാദിമം മുഖത്തുണ്ടായി താലുവിങ്കലുണ്ടായി ജിഹ്വയും ജിഹ കൊണ്ടറിയും നാനാരസമുണ്ടായി ജിഹ്വയാൽ മിണ്ടാൻ വെമ്പും പ്രഭുമുഖത്തുദിച്ചു വന്നി വാക്കുമേ അവയാൽ മൊഴിയും കണ്ഠത്തിങ്കൽ ചിരാനിരോധവും ഘ്രാണേച്ഛുവാം പുരുഷനിൽ പ്രാണവായു ചലിക്കയാൽ നാസാദ്വാരം വിടർന്നുണ്ടായി ഇന്ദ്രിയം ഗന്ധവാഹനും സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 20 ശ്ലോകങ്ങളെയാണ് നമ്മൾ രണ്ടിലും 20 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. 10-ാം അധ്യായം ശ്രീ ബാദരായണി ഉവാച എന്ന് പറഞ്ഞിട്ടാണ് ആ 10-ാം അധ്യായം തുടങ്ങുന്നത്. ഭാഗവതത്തിൽ പറയണു,
ശ്രീ ശുകബ്രഹ്മർഷി പറയണ ഈ ഭാഗവതത്തിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, ഈശ്വരാവതാര കഥകൾ, നിരോധം, മുക്തി, ആശ്രയം എന്ന് 10 ലക്ഷണങ്ങളുണ്ട്. ഈ 10ഉം തികഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു മഹാപുരാണമാണ് എന്ന് പറയുള്ളൂ. ആ സർഗാദി ലക്ഷണങ്ങൾ ക്രമത്തിൽ വിവരിക്കാം എന്ന് പറയണു. മഹാത്മാക്കളിലെ 10ാമതായിട്ടുള്ള ആശ്രയത്തിൻ്റെ തത്വം സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വരൂപത്തിലും അതിൻ്റെ താല്പര്യത്താലും സർഗാദികളായ 9ൻ്റെയും ലക്ഷണങ്ങളെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 10ാമത്തെ ആശയത്തെ നന്നായി ബോധിപ്പിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഈ 10ാമത്തതായിട്ട് ആശ്രയം, ആ ആശ്രയത്തെ ശരിയായി ബോധിപ്പിക്കാൻ, കൂടുതൽ വ്യക്തമായിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഈ ശ്രീമദ് ഭാഗവത പുരാണത്തിൻ്റെ ഉദ്ദേശം എന്ന് തന്നെ പറയണു. അപ്പോൾ പുരാണങ്ങളിൽ കാണുന്ന സ്തുതികൾ സാക്ഷാൽ ശ്രുതിബ്രഹ്മത്തെ ഏതുവിധം ബോധിപ്പിച്ചിരിക്കുന്നതോ ആ രീതിയിലും അതിലെ കഥകളിൽ താല്പര്യവ്യത്യസ്തനായിട്ടുള്ള അർത്ഥം കൊണ്ടും ഒക്കെ ബോധിപ്പിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് 10 ലക്ഷണങ്ങളും ഒരേ വിധത്തിൽ ബ്രഹ്മത്തിൽ തന്നെ പര്യവസാനിക്കുന്നതിൽ നാനാത്വശങ്കയ്ക്ക് അവകാശം ഉണ്ടാവണില്ല എന്ന് പറയാം. അപ്പോൾ ഇത് ഇനി കണ്ണ് മുതലായ, അതായത് ആകാശാദികളായ ഭൂതങ്ങൾ, ശബ്ദാദികളായ മാത്രകൾ, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായ അന്ധകരണങ്ങൾ, ഇവയുടെ ഗുണക്ഷോഭം നിമിത്തം പരമാത്മാവിൽ നിന്ന് ഉണ്ടായി എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിനെ സർഗം എന്ന് പറയണം. അപ്പോൾ ആ സർഗം, അതായത് ആ പുരുഷനാൽ ചെയ്യപ്പെടുന്ന ചരാചരാത്മകമായിട്ടുള്ള സൃഷ്ടിക്ക് ആണ് വിസർഗം എന്ന് പേരുള്ളത്. ഭഗവാന്റെ അവതാരങ്ങളാൽ ലോകങ്ങളിലെ മര്യാദ തെറ്റാണ്ട് പാലിക്കുന്നത് ആണ് സ്ഥാനം എന്ന് പറയണത്. അതിൻ്റെ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹത്തിനാണ് നമുക്ക് വേണ്ടതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇതൊക്കെ വേണ്ടതുപോലെ ആവണ്ടേ, ലോകമര്യാദ തെറ്റാണ്ട് പാലിക്കണമെന്നൊക്കെ പറയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിനാണ് പോഷണം എന്ന് പറയണത്. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച മഹാത്മാക്കളുണ്ടല്ലോ, സ്വയംഭൂമനു മുതലായവരൊക്കെ ഉണ്ടല്ലോ, അവർ അനുഷ്ഠിച്ച ശോഭനമായ ധർമ്മങ്ങൾക്കാണ് മന്വന്തരങ്ങൾ എന്ന് പറയണത്. പിന്നെ ആ കർമ്മവാസനകൾക്ക്, നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കർമ്മവാസനകൾക്ക് ഊതി എന്ന് പറയണു. കർമ്മങ്ങൾ കൊണ്ടാണ് ആ പ്രപഞ്ചത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നത്. അപ്പോൾ ഊതികൾ അഭിവൃദ്ധിക്ക് കാരണമായി തീരുകയും ചെയ്യണു എന്ന് പറയാണ്. അതുപോലെ വിഷ്ണുവിൻ്റെ ആ അവതാര ചരിത്രവും വിഷ്ണു ഭക്തന്മാരുടെ അനേകായിരം കഥകളെയും ഈശാനുചരിതം എന്ന് അറിയപ്പെടുകയാണ് ചെയ്യണത്. പിന്നെ ആ ഭഗവാൻ യോഗനിദ്രയെ പ്രാപിക്കുന്ന സമയമുണ്ടല്ലോ, ഈ ജീവൻ ഇന്ദ്രിയാന്തരകരണങ്ങളായിട്ടുള്ള ആ സുശക്തികളോട് കൂടിയിട്ട് ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യണത്. ആ ലയനത്തിന് പറയണ പേരാണ് നിരോധം എന്ന് പറയണു. അപ്പം ഇതൊക്കെ ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോന്നും ഓരോന്നും നമുക്ക് ഇത് കഴിഞ്ഞ് ഓരോ അധ്യായവും ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്കത് വേണ്ടതുപോലെ ആ ശ്രദ്ധയോട് കൂടിയിട്ട് പാരായണം ചെയ്യുമ്പോൾ അത് ബോധിക്കും എന്ന് മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ അവിദ്യയിലെ ഞാൻ ഈ ശരീരം ആണ്, ഞാൻ ഈ ശരീരാദികൾ തന്നെയാണ് ആത്മാവ് എന്നൊക്കെ കരുതിയിട്ട് ഇരിക്കണ്ടല്ലോ. ആ അങ്ങനെ ഒരു ഭ്രമമാണത്. ആ ഭ്രമത്തിനെ വിട്ടിട്ട് ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്നതിന് ഇങ്ങനെയുള്ള ആ ഒരു ഭ്രമം എന്ന് വെച്ചാൽ ആ മായയുടെ പിടിയിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ ലയിച്ചിരിക്കണ്ടല്ലോ, ആ ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കണ്ടല്ലോ, അതിനെയാണ് മുക്തി എന്ന് പറയണത്. അപ്പോൾ ജഗത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും ആരെ ആശ്രയിച്ച് നടക്കുന്നുവോ, ആരാണോ ഈ ലോകത്തെ കാണുന്ന വിധത്തിൽ ഇന്ന് കാണുന്ന വിധത്തിൽ പ്രകാശിപ്പിക്കുന്നത്, ആരിൽ ലയിക്കുമ്പോഴാണ് ഈ ലോകം കാണാണ്ടിരിക്കണത്. അപ്പോൾ ആ വസ്തു എല്ലാം ഈ ലോകത്തിൻ്റെ
ആശ്രയാവണു. അപ്പോൾ ആ പരബ്രഹ്മമെന്ന് പരമാത്മാവ് എന്നൊക്കെ പറയപ്പെടുന്ന ആ വസ്തു തന്നെ, ആ വസ്തുവിന് ആശ്രയം അതാണ്. ഇതിനൊക്കെ ആശ്രയം എന്താണ്? ഈശ്വരൻ, പരമാത്മാവ്, പരബ്രഹ്മം എന്നൊക്കെ പറയണ്ടേ, അത് തന്നെയാണ് ഇതിന് ആശ്രയം എന്ന് ആചാര്യന്മാർ പറഞ്ഞു തരണം. ആശ്രയസ്വരൂപത്തെ സ്പഷ്ടമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അധ്യാത്മം തുടങ്ങിയിട്ടുള്ള ആ വിഭാഗത്തെ കാണിക്കുക. ശരീരത്തിൻ്റെ അധിഷ്ഠമായിരിക്കേണ്ടായ ആധ്യാത്മികൻ എന്ന് പറയപ്പെടുന്ന ആ പുരുഷൻ ആരാണ്? ആ പുരുഷൻ സകല ദേവന്മാർക്കും അധിഷ്ഠാനമായിരിക്കുന്നതിനാൽ ആദിദൈവികൻ എന്നും, അധ്യാത്മശബ്ദത്താൽ ആ പ്രതിപാദിക്കപ്പെട്ട ജീവനും ആദിദൈവിക ശബ്ദത്താൽ പറയപ്പെട്ട പരമാത്മാവും അല്ലാത്ത പ്രകൃതിയോടുകൂടെ ദേഹരൂപനായിരിക്കുന്നവൻ ഏതാണോ അവനെ ആദിഭൗതികൻ എന്നും പറയുകയാണ് ചെയ്യണത്. ഏകമായ ആശ്രയം 3 വിധത്തിൽ വ്യവഹരിക്കപ്പെടുന്നു. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെ 3 വിധത്തിൽ ആശ്രയ ശബ്ദത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ആശ്രയ ശബ്ദത്താലാണ് കാണിക്കണത് എന്ന് പറയാം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടും അഭിമാനിക്കുന്ന ജീവനാണ് ആധ്യാത്മാവ് എന്ന പേര്. നേത്രാദികളായ ഇന്ദ്രിയങ്ങളിൽ പ്രകാശരൂപേണ വസിക്കുന്ന ആ സൂര്യാദികൾക്ക് ആദിദൈവം എന്നുള്ള പേര്. ഇത് രണ്ടും ഏതൊരു ശരീരത്തിലാണോ നിലനിൽക്കുന്നത് അതിനെ അതിഭൃതം എന്നുള്ള പേര് ഒക്കെ പറയണു. നമുക്കിതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അതൊന്നും കൂടുതലൊന്നും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും അത് ഈശ്വര സംബന്ധമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങനെ കരുതിക്കൊണ്ട് നമുക്കിത് കുറേ പാരായണം ചെയ്ത് കഴിയുമ്പോൾ ആ പാരായണത്തിലൂടെ തന്നെ ഭഗവാൻ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ തന്നെ ആ മഹാവൈഭവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഭഗവാൻ തന്നെ കാരുണ്യം, അനുഗ്രഹം ചൊരിയും എന്ന് തന്നെയാണ് മഹാത്മാക്കൾ പറയുന്നത്. വെറുതെ കേൾക്കുക, പാരായണം ചെയ്യാൻ തോന്നുന്നുണ്ടോ? കൊതിയോടുകൂടി പാരായണം ചെയ്യാം. അർത്ഥങ്ങൾ അറിയുക. വായിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറയുമ്പോൾ വേണ്ടതുപോലെ നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും വായിക്കാൻ വേണ്ടി വായിക്കുക, പറയാൻ വേണ്ടി പറയുക, കേൾക്കാൻ വേണ്ടി കേൾക്കുക. അങ്ങനെ ഇതൊക്കെ ഈശ്വരനോടുള്ളൊരു പ്രേമത്തോടു കൂടി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്നുമില്ലെങ്കിലും കേൾക്കാനെങ്കിലും ഭാഗ്യം ലഭിച്ചുല്ലോ, പറയാനെങ്കിലും ഭാഗ്യം ലഭിച്ചുല്ലോ. അത് വേണ്ടതുപോലെ ഉള്ളിലേക്ക് എത്തി അതിന് ഭഗവാൻ ഇന്ന് ഈ ഒരു അനുഗ്രഹം തന്ന ഭഗവാൻ നാളെ തീർച്ചയായിട്ടും നമുക്കത് വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള ഭാഗ്യം തരും, ആ ഒരവസരം തരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുക എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാവുന്ന നമ്മുടെ ഒരു ഈശ്വര സേവ എന്ന് പറയണത്. മൂന്ന് എണ്ണത്തെ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെ നമ്മൾ അറിയില്ല. അതുകൊണ്ട് 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിലേതെങ്കിലും ഒന്നില്ലാന്ന് വെച്ചാൽ മറ്റുള്ളത് അറിയാണ്ട് പോവും. അതുകൊണ്ട് 3നെയും സാക്ഷിയായിട്ടിരിക്കുന്ന ആളാണ്. ഈ 3 സാക്ഷിയായിട്ടിരിക്കുന്നതാണ് പരമാത്മാവ്. അപ്പോൾ അത് ആരെയും അന്യമായ ഒന്നിനെയും ആശ്രയിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആരാശ്രയം? സാക്ഷാൽ പരമാത്മാവിന് അദ്ദേഹം സ്വയം ആശ്രയമാണ്, വേറെ ആരുമില്ല. അവനവൻ തന്നെ ആശ്രയം. അപ്പോൾ അത് മാത്രമല്ല, മറ്റെല്ലാവർക്കും ആശ്രയഭൂതൻ കൂടിയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ ആ ആശ്രയഭൂതനായിട്ടുള്ള ആ പരമാത്മാവിനെ കൂടാതെ ഇവിടെ യാതൊന്നും പ്രകാശിക്കണില്ല. അപ്പോൾ അത് ആധ്യാത്മികം, ആദിദൈവതം, ആദിഭൗതികം എന്നുള്ളതുണ്ടല്ലോ. അത് 3 ഒന്നിനോട് ഒന്ന് സംബന്ധം ആയിട്ടുള്ളതാണ് എന്ന് പറയണം. അതുകൊണ്ട് 3നെ പ്രകാശിപ്പിച്ചുകൊണ്ട് അന്യാശയം കൂടാതെ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ആത്മസ്വരൂപം. വിരാട് പുരുഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ ആ വിരാട് പുരുഷൻ ആ അണ്ടത്തെ പിളർന്ന് വെളിയിൽ വന്നുല്ലോ. അപ്പോൾ ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ് ഇരിക്കണത്? ആ വിരാട് പുരുഷൻ എന്താ ചെയ്യണത്? ആ ജലത്തിൽ
കാരണം ജലത്തിലാണ് ആ അണ്ഡം ഉണ്ടായത്. അപ്പോൾ ആ ജലത്തിൽ ആ ജലത്തിൽ 1000 സംവത്സരം വസിച്ചു. അതുകൊണ്ടാണ് ആ ജലത്തിൽ വസിച്ചവൻ എന്നുള്ള പേരുകൊണ്ട് നാരായണൻ എന്ന് പറയുന്നത്. നാരം എന്ന് വെച്ചാൽ ജലം എന്നാണ്. ജലത്തിൽ വസിച്ചത് കൊണ്ട് നാരായണൻ എന്നുള്ള പേരുണ്ടായി. അപ്പോൾ ആ പുരുഷനെ എന്ന് പറയപ്പെടുന്ന ആ വിരാട് പുരുഷനുണ്ടല്ലോ, അത് നാരത്തിൽ നിന്ന് വന്നതുകൊണ്ട് നാരായണൻ എന്ന പേരിനെ. നാരദർ എന്ന് പറയുമ്പോൾ എന്താ, നാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ് എന്നും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ജലം എന്ന് പറയുന്നത് അറിവും കൂടിയാണ്. അറിവിൻ്റെ ആ സ്വരൂപമാണ് നാരായണൻ. അറിവിൽ വിളങ്ങണത് ആരാണോ അതാണ് നാരായണൻ. അറിവ് പകർന്നു തരണത് നമുക്ക് ആരാണോ പകർന്നു തരുന്നത് അതാണ് നാരദർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പറയണ പോലെ ഏഷണിക്കാരനോ തമ്മിത്തല്ല് കുടിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ചില ഭാഗത്ത് തോന്നുന്നുണ്ടെങ്കിൽ ലൗകിക ദൃഷ്ടിയോട് കൂടിയിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ്. ലൗകിക ദൃഷ്ടിയോടല്ലാണ്ട് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ തത്വത്തിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മഹത്വത്വം മുതൽ പൃഥ്വി വരെയുള്ള ആ ഭൂതസമൂഹത്തെ മുഴുവനും അത് മുഴുവനും ആ പുണ്യപാപരൂപമായിട്ടുള്ള കർമ്മങ്ങൾ അവരുടെ ആ ഗുണങ്ങളെ ആ വിഷമാവസ്ഥയ്ക്ക് കാരണമാകുന്ന കാലം, പരിണാമത്തിന് കാരണമായ സ്വഭാവം, സുഖദുഃഖങ്ങളെ അനുഭവിപ്പിക്കുന്ന ജീവൻ മുതലായ സകലവും യാതൊരുവൻ്റെ അനുഗ്രഹത്താലാണോ കാര്യങ്ങളെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശക്തനായിട്ടുള്ളത് ആയിട്ട് ഭവിക്കുന്നത്. അതാണ് അതാണ് ഭഗവാന്റെ നാരായണമൂർത്തിയുടെ വൈഭവം എന്ന് പറയാണ്. ഏകനായിട്ടുള്ള ദേവൻ പലവിധമായിട്ട് ഭവിക്കണം എന്നുള്ള സങ്കല്പത്താൽ ആ യോഗതൽപ്പത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ പ്രകാശം നിറഞ്ഞതും ഗർഭരൂപമായിട്ടുള്ള ആ ദേഹത്തെ മായ കൊണ്ട് 3ആയിട്ട് വിഭജിക്കുകയാണ് ചെയ്തത് എന്ന് പറയണു. ആ 3 വിധത്തെ വിവരിക്കണു. പ്രഭുവായ ഈശ്വരൻ, ആദിദൈവം, ആധ്യാത്മികം, ആദിഭൂതം എന്നിങ്ങനെ 3ആയിട്ട് പിരിഞ്ഞു. അതിനുശേഷം പുരുഷനെ സംബന്ധിച്ചതായിട്ടുള്ള ആ ക്രിയാശക്തിയുടെ രൂപമായിട്ടുള്ള വീര്യം 3ആയിട്ട് പിരിഞ്ഞു. അതിനെ പറ്റിയിട്ടും ഇവിടെ പറയണു. ആ അന്തർഭാഗത്ത് ഉള്ള ആകാശത്തിന് ഓജസ് എന്ന് അറിയപ്പെടുന്ന ഇന്ദ്രിയശക്തിയും, പിന്നെ സഹം എന്നറിയപ്പെടുന്ന മനഃശക്തിയും, ബലം എന്നറിയപ്പെടുന്ന ദേഹശക്തിയും ഉണ്ടായി. അങ്ങനെ 3ആയിട്ട് പിരിഞ്ഞിട്ട് പിന്നെ പ്രാണൻ മുഖ്യനെന്ന് പറഞ്ഞത് മുഖ്യമായിട്ടുള്ളതാണ് പ്രാണൻ. ആ പ്രാണൻ സർവ്വപ്രാണികളുടെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളും സകല ജന്തുക്കളിലും ചേഷ്ടിക്കുന്ന പ്രാണനെ അനുസരിച്ച് ആ ഒരു രാജാവിനെ എങ്ങനെയാണോ ഭൃത്യൻ അനുസരിക്കുന്നത് അതുപോലെ ആ പ്രാണൻ്റെ ചേഷ്ടയില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളൊന്നും ചേഷ്ടിക്കില്ല. അതുകൊണ്ട് ആ പ്രാണൻ മുഖ്യമായത് പ്രാണനാണ്. ആ പ്രാണൻ്റെ ഇതിനനുസരിച്ചിട്ട് ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നടക്കണു. ആ പ്രാണൻ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചലാവും. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആ പ്രാണൻ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയണം. ശരീരമധ്യത്തിൽ പ്രാണൻ ചലിക്കുമ്പോൾ ഈ വിശപ്പും ദാഹവും ഉണ്ടാവണം. അതുകൊണ്ട് ആണ് നമുക്ക് പാനം ചെയ്യണം, ഭുജിക്കണം എന്നൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ മുഖത്തിൽ നിന്ന് ഇന്ദ്രിയത്തിൻ്റെ അടിസ്ഥാനമായ താലു എന്നുണ്ടായി. ആ താലുവിൽ നിന്നാണ് ജിഹ്വ ഉണ്ടായത്. ആ ജിഹ്വ എന്ന ഇന്ദ്രിയം, അതിനെ ആധ്യാത്മം എന്നാണ് പേര്. അതുപോലെ ആ രസം, ആ ജിഹ്വയിൽ എന്ത് ചെയ്തു, രസം ഉണ്ടായി. അപ്പോൾ ആ രസം ഉള്ളത് പല വിധത്തിലുള്ള എരിവ്, ഉപ്പ്, അതുപോലെ മധുരം, തിക്തം എന്നുള്ള ഓരോ രുചികളുണ്ടല്ലോ. അത് 6 വിധത്തിലുള്ള രസങ്ങൾ ശരിക്കും ആ രസങ്ങൾ ഉണ്ടായത് ജിഹ്വയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്നത്. അതിനെ ആദിഭൂതം എന്നാണ് പേര് വന്നത്. അതിൻ്റെ ദൈവം വരുണനാണ്. പിന്നെ അതിന് ഇന്ദ്രിയം, വിഷയം, ദേവത എന്നീ 4 വകഭേദങ്ങളുണ്ടായി എന്ന് പറയണു. ആ വകഭേദങ്ങൾക്ക് താലു, നാവ്, ഇന്ദ്രിയം, രസം, വിഷയം, വരുണൻ, ദേവതം, ഇങ്ങനെ ഈ മട്ടിൽ പറയണു. അതുപോലെ
ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വന്നി എന്ന വാക്കുണ്ടായി, വാക്ക് എന്ന ഇന്ദ്രിയം ഉണ്ടായി. പിന്നെ അവയുടെ സംയോഗത്തിൽ നിന്നാണ് സംഭാഷണം ഉണ്ടായത്. ഈ അഗ്നി അധികകാലം ജലത്തിൽ തടസ്സപ്പെട്ടിരിക്കണോണ്ട് അതിൻ്റെ അധിഷ്ഠാനം മുഖവും വന്നി ദേവതയും വാക്ക് ഇന്ദ്രിയവും വചനം വിഷയവും എന്നിങ്ങനെ 4 വിഭാഗമായിട്ട് തിരിഞ്ഞു എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാര്യങ്ങളാണ് പറയണത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും വേണ്ടതുപോലെ തിരിച്ചറിയാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇതുപോലെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് പോകുമ്പോൾ അതുപോലും അനുഗ്രഹമായിട്ട് തീരും എന്നാണ് പറയണത്. അതുപോലെ പറയുന്നു, പ്രാണവായു ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് നാസാദ്വാരങ്ങളുണ്ടായി. അതിൽ കൂടി ഗന്ധത്തെ വഹിക്കുന്ന ശ്വാസോച്ഛ്വാസ രൂപമായ കാറ്റുണ്ടായി. വാസനയെ ഗ്രഹിക്കണമെന്നുള്ള സങ്കല്പമാണ് ഇതിന് കാരണം എന്ന് പറയണം. ഇനി നമുക്ക് 21ാമത്തെ ശ്ലോകം തൊട്ട് പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യദാത്മനി നിരാലോകം ആത്മാനം ചതുദിക്ഷിത വിഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹ ബോധമാനസ്യ ഋഷഭിരാത്മനത്തദ്ജിഗീർഷിത കർണൗ ച നിരഭിത്യേതാം ദിശശ്രോതം ഗുണഗ്രഹ വസ്തൂനോ മൃദുകാഠിന്യലഘു ഗുർവോഷ്ണശീതതാം ജിഘുക്ഷതാ ത്വങ്ങാഭിർനാ തസ്യം ലോമാ മഹീരുഹ ഹസ്തൗരുരുഹദൂതസ്യ നാനാകർമ്മജിഗീർഷയാ തയോസ്തു ബലം ഇന്ദ്രശ്ചാദാനം ഉഭയാശ്രയാ ഗതിം ജിഗീഷത പാദോ രുരാഹാദേഭിഗാമികാം പാദ്ഭ്യാം യജ്ഞയ സ്വയം ഹവ്യം കർമ്മഭിക്രിയതേ നിരഭിത്യതാ ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തത് ഉഭയാശ്രയം സ്ഥിതാ സൃക്ഷോർധാതു മലം നിരഭിദ്യത വൈഗുദം തതപ്പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയ അസിസ്പൃശ്നോ പുരാപുര്യ നാഭിദ്വാരം അപാനത തത്രാപാന തതോ മൃത്യു പൃഥക്തം ഉഭയാശ്രയം ആദിസോർ അന്നപാനാനാം ആസൻ കുക്ഷ്യന്തനാടയ നദ്യാ സമുദ്രാശ്ച തയോ സുഷ്ടിപുഷ്ടീതദാശ്രയേ നിധിധ്യാസോർ ആത്മമായം ഹൃദയം നിരഭിദ്യത തതോ മനഃസതശ്ചന്ദ്രസങ്കൽപ്പകാമ ഏവ ച തത്കർമ്മ മാം സരുധിരാമോദാമഞ്ജാസ്ഥിതാ തവ ഭൂമ്യപ്തേജോ മയാ തപ്ത പ്രാണ്യോ വ്യോമാംബുവായുഭിः ഗുണാത്മകാനിന്ദ്രിയാണി ഭൂതാദിപ്രഭവാ ഗുണ മനഃസർവവികാരാത്മാ ബുദ്ധിർവിജ്ഞാനരൂപിണി ഏതദ്ഭാഗവതോ രൂപം സ്ഥൂലം തേ വ്യാഹ്യതം മയാ മഹ്യാദിഭിശ്ചാവാരണൈർ അഷ്ടഭിർബഹിരാവൃതം അതഃപരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാഗ്മനസഃപരം അമൂനി ഭഗവദ്രൂപേ മായാതേ അനുവർണിത
ഉഭേ അഭിനാ ഗൃഹ്ണന്തി മായാ സൃഷ്ടേ വിപശ്ചിത സവാജ്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപദൃക് നാമരൂപക്രിയാദത്തെ സ്വകർമാ കാർമ്മികപരാ പ്രജാപതിന്മനുൻ ദേവൻ ഋഷിൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവൻ വിദ്യാധ്രാസുര ഗുഹ്യകാൻ കിന്നരാപ്സരസോ നാഗാൻ സർപ്പാൻ കിം പുരുഷോരകാൻ മാതൃരക്ഷപിശാചാംശ്ച പ്രേതഭൂതവിനായകൻ കുഷ്മാണ്ഡോന്മാദവേതാളാൻ യാതുദാനാൻ ഗൃഹാനഭി ഗഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരിൻ സരീസൃപാൻ ദ്വിവിധാ ചതുർവിധായന്യ ജലസ്ഥലാനഭൗകസ കുശലാമിശ്ര കർമാണം ഗതയസ്തിമാ സത്വം രജസ്തമായിതി ത്രിസാ സുരന്യാനര സത്വം രജസ്തമാ ഇതി ത്രിസ്യ സുരാ നൃത്നരാരക തത്രാപ്യേകൈകശോ രാജൻ ഭിത്യന്തേ ഗതായസ്ത്രിധ യത് ഏകൈകതരോ നാഭ്യം സ്വഭാവ ഉപഹന്യതേ സ ഏവേദം ജഗദ്ധാതാ ഭഗവാൻ ധർമ്മരൂപദൃക് പുഷ്ണാതി സ്ഥാപയൻ വിശ്വം തര്യങ്നരാ സുരാത്മഭി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കാൺമീലെന്നവൻ ഓർത്തപ്പോൾ വിടർന്നു രണ്ടു കണ്ണുകൾ, അതിലുണ്ടായ ഇന്ദ്രിയവും ഗുണഗ്രാഹകദീപ്തിയും. ദേവാവബോധാൽ അവങ്കൽ കാതുണ്ടായി, രണ്ടതിൽ പരം ഉണ്ടായി ദിക്കുകളും ശ്രോതേന്ദ്രിയവും ശബ്ദലാഭവും. ശീതമുഷ്ണം ഗുരു ലഘു കഠിനം മൃദുവിങ്ങനെ വസ്തു മാറാൻ കൊതിച്ചുണ്ടായി. ചർമ്മം രോമം മഹീരുഹം. ശ്രീഹരയേ നമഃ. അവനുണ്ടായി കൈകൾ പല കർമ്മം ചെയ്യാൻ കൊതിക്കയാൽ ബലമിന്ദ്രിയവും ചേർന്നിട്ടുണ്ടായി ദാനധർമ്മവും. ഗമനോചാതി വ്രതയാൽ കുരുത്തു രണ്ടുകാലുകൾ. പ്രാതക്രിയകളാൽ യജ്ഞോപകരണങ്ങളും പ്രജാനന്ദാമൃതേച്ഛന്നു. ശിശ്നമുണ്ടായുപസ്ഥവും ഇന്ദ്രിയം ദേവതയുമായി. കുന്നുകാമപ്രിയാവശയം അന്നമാലിന്യം വെടിയാൻ ഉദമാർജിച്ചു വായുവും. മിത്രദേവാനുകൂല്യത്താൽ പിമ്പുണ്ടായി വിസർജനം. ഉടൽ വിട്ടുടൽ പോകാനായിട്ട് ഉണ്ടായ അപാനനാൽ നാഭിദ്വാരം. നാഭ്യപാനങ്ങളെ മൃത്യുവിനാശയം. അന്നപാനദാനകാംക്ഷ നൽകി കുക്ഷ്യന്ത്രനാടികൾ. നദീസമുദ്രങ്ങളിൽ നിന്നുളവായി തുഷ്ടിപുഷ്ടിയും. ആത്മമായ നിധിധ്യാസാൽ ഹൃദയം ജാതമായതിൽ മനസ്സ്. തിങ്കൾ സങ്കൽപ്പവും കാമവികാരവും. ത്വക്ച ചർമ്മ മാംസരക്താസ്തി മേധോമജ്ജകളേഴിവ. മൃജ്ജലാഗ്നികളാൽ പ്രാണൻ വായുവ്യോമാംബുജാതവും. ഇന്ദ്രിയങ്ങൾ ഗുണോൽക്കങ്ങൾ. ഗുണം ഭൂതാദിസംഭവം. മനം വികാരസ്വരൂപം. ബുദ്ധി വിജ്ഞാനരൂപിണി. ഭഗവത് സ്ഥൂലരൂപത്തെ ചൊല്ലി തന്നു നിനക്കു ഞാൻ. ഭൂമി
എട്ടാവരണങ്ങളാൽ മൂടിയ സത്തിനെ ഇനി തൊട്ടേ സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാഗ്മാനസപ്പരം അങ്ങയ്ക്കായി ഭഗവദ്രൂപം രണ്ടും വർണ്ണിച്ചു ഞാനിവ മായാസൃഷ്ടങ്ങൾ നേരെന്നു സമ്മതിപ്പീല സൂരികൾ തൻ വാക്യതയാൽ ഭഗവാൻ ബ്രഹ്മരൂപവൻ നാമരൂപക്രിയായുക്തൻ സകർമ്മകർമ്മകൻ പരൻ വേദപ്രജാപതികളും മനു പിതൃർഷികവർഗവും സിദ്ധചാരണ ഗന്ധർവ സുരഗുഹ്യരും ഹരേ കൃഷ്ണ സർപ്പാപ്സര കിന്നര കിംപുരുഷോരു വർഗവും മാതൃരക്ഷപിശാചുക്കൾ പ്രേതഭൂത വിനായകർ കുഷ്മാണ്ഡോന്മാദ വേതാളർ യാതുധാനൻ ഗൃഹങ്ങളും ഗഖം മൃഗം പശുമരം ഗിരിപങ്ക്തി സരീസൃഹം ഇവ രണ്ടും നാലും തരക്കാരം ജലസ്ഥല നഭൗഗസർ യോഗയോഗ്യങ്ങൾ മിത്രങ്ങൾ എല്ലാം കർമ്മഫലം നൃപ സത്വമയം തിര്യങ്മാനുഷദേവകൾ ഗുണത്രയത്തിൻ്റെ ഏറ്റക്കുറച്ചലുകൾ കാരണം മൂന്നായി പിന്നെയും മൂന്നായി ഉളവാം യോനി സങ്കരം ഇജ്ജഗത്തിൽ വിധാതാവാം ഭഗവാൻ ധർമ്മരൂപവാൻ ഉണ്ടാക്കി പാലിപ്പു വിശ്വം തിര്യങ്ങര സുരാത്മകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇങ്ങനെ എപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ കാഴ്ചയില്ലാണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ആ ശരീരത്തിനെ അന്യങ്ങളെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ 2 കണ്ണുകളുണ്ടായി. അത് ആദിത്യൻ ദേവതയായിട്ട് ഭവിച്ചു. ചക്ഷുസ് എന്ന ഇന്ദ്രിയം രൂപഗ്രഹണങ്ങൾ, അതിൻ്റെ വിഷയവൃത്തികൾ, നേത്രങ്ങൾ, അധിഷ്ഠാനം, സൂര്യൻ ദേവത, രൂപം വിഷയം, രൂപജ്ഞാനം ഫലം എന്ന് പറയുന്നു. വേദങ്ങളെ സ്തോത്രം ചെയ്തുണർത്തുമ്പോൾ ആ സ്തോത്രങ്ങളെ ഗ്രഹിക്കണം. അല്ലെ, വേദങ്ങൾ ഇങ്ങനെ സ്തോത്രം ചെല്ലുമ്പോൾ അതിനെ കേൾക്കണ്ടേ, ഗ്രഹിക്കണം എന്ന സങ്കല്പം ഉണ്ടായപ്പോഴാണ് ചെവികൾ ഉണ്ടായത്. അതിൽ നിന്ന് അതിൻ്റെ ദിക്കുകളാണ് ആ കർണങ്ങൾക്ക് ദേവതയായിട്ട് ഭവിച്ചത്. ശ്രോതം ഇന്ദ്രിയം, ശബ്ദം വിഷയം, ശബ്ദഗ്രഹണം ഫലം, കർണങ്ങൾ അധിഷ്ഠാനം, ശ്രോതം ഇന്ദ്രിയം, ദിക്കുകൾ ദേവത, ശബ്ദം വിഷയം എന്ന് നാലുണ്ടായി അതിൽ നിന്ന്. പിന്നെ ദ്രവ്യത്തിൻ്റെ മൃദുത്വം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഇതൊക്കെ ശീതം, ഉഷ്ണം, ഇതൊക്കെ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ശരീരത്തിലെ ത്വക്കുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ത്വക്കിന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഉള്ളതാണ് ചർമ്മം എന്ന് സാരം. അപ്പോൾ അതിൽ നിറയെ രോമങ്ങളുണ്ടായി. അപ്പോൾ അഭിമാനദേവതയായ വായുവാണ് ആ രോമങ്ങൾ വൃക്ഷങ്ങളായിട്ട് ഭവിച്ചു എന്നൊക്കെ പറയണു. അതുപോലെ ഞാൻ ആ കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എന്തുണ്ടായി? കൈകളുണ്ടായി. അതിൽ നിന്ന് അതിൻ്റെ അധിപതിയായിട്ടുള്ള ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും ഒക്കെ സംയോഗ നിമിത്തം ജനിക്കുന്ന ആദാനൻ എന്ന പ്രവൃത്തിയും ഉണ്ടായി എന്ന് പറയാണ്. പിന്നെ അഭീഷ്ടഗതിയെ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള പുരുഷൻ എന്തുണ്ടായി? പിന്നീട് പാദങ്ങളാണ് ഉണ്ടായത്. പാദങ്ങളോട് കൂടിയിട്ടുള്ള യജ്ഞസ്വരൂപകനായിട്ടുള്ള വിഷ്ണു അധിഷ്ഠാന ദേവതാരൂപേണ വസിക്കുകയാണ്. മനുഷ്യൻ ഗമനാഗമനങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളാൽ യജ്ഞത്തിന് ഉപകരിക്കുന്ന സാധനമായിട്ടുള്ള ഹവ്യത്തെ സമ്പാദിക്കുന്നു.
ആ സമഷ്ടി സ്വരൂപനായിട്ടുള്ള പുരുഷൻ്റെ അവയവ വിഭാഗങ്ങളെ പറയുന്ന ഉണ്ടല്ലോ, അതിൽ വൃഷ്ടി ശരീരാവയവങ്ങളെയും ഉത്ഭവ വ്യാപാരങ്ങളെയും അവയവ ദേവതകളെയും ഒക്കെ ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞകർമ്മങ്ങളെ നടത്താനുള്ള അധികാരികളായിട്ട് നരന്മാരെ എന്ന് ഇതിൽ സൂചിപ്പിച്ചത് എന്ന് പറയണം. അതുപോലെ സന്താനം ഉണ്ടാവുക, അതായത് സംയോഗം കൊണ്ട് സന്താനം ഉണ്ടാവുക. അങ്ങനെ ആ സന്താനം ഉണ്ടായാലാണ് പിതൃകടൊക്കെ തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശിശ്നം ഉണ്ടായി. അങ്ങനെ അതിനെ ആശ്രയിക്കുന്ന ഇന്ദ്രിയത്തിൽ ഉപസ്ഥം എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ദേവത പ്രജാപതിയാണ്. കാമങ്ങളുടെ തൃപ്തിയെ നൽകുന്ന ആ സ്ത്രീ പുരുഷ സംയോഗമായിട്ടുള്ള വിഷയം, ഇന്ദ്രിയം, ദേവത എന്ന് രണ്ടെണ്ണത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ ദുഷിച്ചതായ അംശങ്ങളുണ്ട് കഴിച്ച ഭക്ഷണങ്ങളെ, അതിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഗുദം ഉണ്ടായി. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയമാണ് പായു. അതിൻ്റെ ദേവതയാണ് മിത്രനാണ് അതിൻ്റെ ദേവത. അപ്പം അങ്ങനെ ആ മാലിന്യത്തിൻ്റെ ഉപസർഗം പുറത്തേക്ക് കളയുന്ന ആ വൃത്തി, അതിനെ ഉപസർഗമാണ്, അതിനെ ഉത്സർഗം എന്നാണ്. പുറത്തേക്ക് കളയുന്ന ആ വൃത്തിയെ വിഷയം എന്ന് പറയണു. ഇങ്ങനെ ശരീരത്തിൽ പുറത്ത് മറ്റൊരു ഭൗതിക ശരീരത്തെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച പുരുഷന് അപാന വായുവിൽ നിന്ന് നാഭിദ്വാരങ്ങളുണ്ടായി. അതിൽ അപാനം എന്ന ഇന്ദ്രിയവും അതിൻ്റെ ദേവതയായിട്ടുള്ള മൃത്യുവും ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേഹവിയോഗ രൂപമായിട്ടുള്ള മരണവും എല്ലാം ഉണ്ടായി എന്ന് പറയണു. അന്നപാനങ്ങളെ ആഗ്രഹിച്ചപ്പോൾ കുക്ഷിയാകുന്ന അധിഷ്ഠാനം ഉണ്ടായി. അതുപോലെ ആന്ധ്രങ്ങൾ, നാഡികളാകുന്ന ഇന്ദ്രിയങ്ങളുണ്ടായി. കുക്ഷിയുടെ നേതാവായിട്ട് സമുദ്രവും നാഡികളുടെ നേതാവായിട്ട് നദികളും മുദ്രത്തിനെ ഭരിക്കുന്നത് കൊണ്ടുള്ള തുഷ്ടിയും ആ രസപരിമാണം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പുഷ്ടിയും ഇന്ദ്രിയ ദേവതകളുടെ സംയോഗം നിമിത്തമുള്ള ഫലങ്ങളും എല്ലാം ജനിച്ചു എന്ന് പറയാണ്. ആത്മാവിൻ്റെ ആ പ്രകൃതി കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനിരുന്നപ്പോൾ ഹൃദയം ഉണ്ടായി. അതിൽ ചിന്തിക്കുന്ന ഇന്ദ്രിയം മനസ്സാണ്. അതിൻ്റെ അടിസ്ഥാന ദേവത ചന്ദ്രനാണ്. സങ്കല്പം വിഷയാണ്. അഭിലാഷം സാധിക്കുന്നത് ആണ് അതിൻ്റെ ഫലം എന്ന് പറയണു. ആദി ദൈവം, ആധ്യാത്മികം, ആദി ഭൂതം എന്നിങ്ങനെ 3 ഭേദങ്ങളെ വേർതിരിച്ച് കാട്ടിയിട്ട് അതിൻ്റെ അംശഭൂതങ്ങളായ ധാതുസ്വരൂപങ്ങളെ പറ്റിയിട്ട് പറയണു. സൂക്ഷ്മമായിട്ടും പുറമേ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ത്വക്ക്, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി തുടങ്ങിയിട്ട് 7 ധാതുക്കളും ഭൂമി, ജലം, വന്നി എന്നീ 3 ഭൂതങ്ങളും ടെയും വികാരങ്ങളുണ്ടായി. ആകാശം, ജലം, വായു എന്നീ 3 സമുദായ രൂപമായിട്ട് പ്രാണനും ഉണ്ടായി എന്നെല്ലാം പറയണു. ഹരേ ഗുരുവായൂരപ്പ. അതുപോലെ ചക്ഷുസ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, രജോ കാര്യങ്ങൾ, അതുകൊണ്ട് ശബ്ദഗുണങ്ങളിൽ അവ ഉന്മുഖങ്ങളായി തീരണമെന്ന് പറയുകയാണ്. അതുപോലെ ഗുണങ്ങളാകട്ടെ ഭൂതാദിയായ അഹങ്കാരത്തിൻ്റെ കാര്യത്തിൽ മനസ്സ്, കാമാദിയായിട്ട് സർവ വികാരങ്ങളാകുന്ന ആ സ്വരൂപമായിട്ടുണ്ടാകുന്ന ബുദ്ധി, വിജ്ഞാനത്തിൻ്റെയൊക്കെ സ്വരൂപമാകണു. പല വിധമായിട്ടുള്ള ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നതെല്ലാം പരമാർത്ഥ തത്വം മാത്രമാണ് എന്ന് അതിനെ പരമാർത്ഥ തത്വം അർത്ഥം ഗ്രഹിക്കുന്നതല്ല ബുദ്ധി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാം. ഇതുവരെ സ്വരൂപത്തെ പൃഥ്വി, ജലം, വന്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്വത്വം, അവ്യക്തം എന്നീ 8 വിധത്തിൽ ആവരണങ്ങളാൽ ബഹിർഭാഗത്ത് മറയ്ക്കപ്പെടുന്നു. ബ്രഹ്മാണ്ഡരൂപമായ ഭഗവാന്റെ സ്ഥൂലരൂപം ഇതാകണു. ഇതിൻ്റെ വിവരണം ഇതിനു മുമ്പ് എല്ലാം
ഇതിൻ്റെ വിവരണം മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞു. ആ സ്ഥൂലരൂപത്തിനെ പറഞ്ഞ ശേഷം ഹരേ കൃഷ്ണ. സ്ഥൂലരൂപത്തിനെ പറഞ്ഞ ശേഷം ഇതിൽ നിന്ന് വിലക്ഷണവും സൂക്ഷ്മവുമായ സമഷ്ടി ലിംഗശരീരത്തെ പറ്റിയിട്ട് പറയണു. സ്ഥൂലരൂപത്തിൽ നിന്ന് അന്യവും സ്ഥൂലത്തിന് കാരണവും എപ്പോഴും ഏകരൂപവും വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും അത്യന്തം സൂക്ഷ്മവും ലക്ഷണം പറയാൻ പറ്റാത്തതും നേത്രാദികളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതിനാൽ അവ്യക്തവും ഉൽപ്പത്തി സ്ഥിതിലയമില്ലാത്തതുമായ സൂക്ഷ്മം രൂപം ഭഗവാനാണ്. ആ ഭഗവാനുള്ളത് ഏതൊന്നോ അതുതന്നെയാണ് സമഷ്ടി കാരണ ശരീരം എന്ന് പറയണത് എന്ന് പറയാം. ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി പറയപ്പെട്ട ആ ഭഗവാന്റെ 2 രൂപങ്ങളും മായാകൽപിതങ്ങളാണെന്ന് ഉപദേശിക്കുകയാണ്. പിന്നീട് ആ സൂക്ഷ്മഭാഗങ്ങളായിട്ടുള്ള ഭഗവാന്റെ 2 രൂപങ്ങളും ആ ഉപാസിക്കാനുള്ള മാർഗമായിട്ട് വർണ്ണിച്ചു. 2 രൂപങ്ങളെയും വിവേകികൾ പരമാർത്ഥങ്ങളായിട്ട് ധരിക്കണില്ല. ഇത് രണ്ടും സത്യമാണെന്ന് അവർ ധരിക്കണില്ല. കാരണം ഈ 2 രൂപങ്ങളും പ്രകൃതി കാര്യങ്ങളാൽ ആകയാൽ പ്രകൃതിയിൽ നിന്ന് പരനായിട്ടിരിക്കുന്ന ഈശ്വരനെ രൂപകൽപ്പനം പരമാർത്ഥമല്ലെന്ന് കരുതി. അതുകൊണ്ട് വിദ്വാൻമാരെന്തു ചെയ്യണു? ഈ 2 രൂപങ്ങളിൽ നിന്ന് അതീതനാണ് ഈശ്വരൻ എന്ന് ആ സ്വ അനുഭൂതി കൊണ്ട് അനുഭവിച്ച് അറിയണു എന്ന് പറയാം. ഭഗവാൻ സർവാത്മാവായിരിക്കുന്നത് എന്ന് പറഞ്ഞുല്ലോ. അതുപോലെ ആ ഭഗവാന്റെ ആ ഏകൻ ബ്രഹ്മാതിരൂപേണ സൃഷ്ട്യാദി ലീലകളെ നടത്തുന്നു എന്നും പറഞ്ഞില്ലേ. ആ പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തതിനാൽ വ്യവഹാരാദികൾ ഇല്ലാത്തവനാണെങ്കിലും ആ ബ്രഹ്മ രൂപത്തെ ധരിച്ചവനായിട്ട് വ്യാപാരമുള്ളവനായിട്ടും പ്രാണികളിൽ വ്യവഹരിക്കുന്നത് ദേവൻ, മനുഷ്യൻ എന്നിങ്ങനെ നാമരൂപങ്ങളെയൊക്കെ പറയപ്പെടാൻ ആ മനുഷ്യാദി രൂപങ്ങളെയൊക്കെ അധികാരിയായിട്ട് താരതമ്യേന ആ ഫലഹേതുകളായിരിക്കുന്ന കർമ്മങ്ങളെയൊക്കെ സൃഷ്ടിക്കുകയാണ് ചെയ്യണത്. നാമരൂപാദി ഭേദേന പറയപ്പെടുന്നതെല്ലാം എല്ലാത്തിനും അടിസ്ഥാനം ഭഗവാൻ തന്നെ ആണ് എന്ന് പറയണു. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് നിർമ്മിക്കുന്ന രൂപഭേദങ്ങളെ വിസ്തരിച്ച് കാണിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പറയാണ്, പ്രജാപതികൾ, മനുക്കൾ, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അസുരന്മാർ, ഗുഹ്യകന്മാർ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, നാഗങ്ങൾ, സർപ്പങ്ങൾ, കിംപുരുഷന്മാർ, ഉരകങ്ങൾ, മാതൃക്കൾ, രാക്ഷസന്മാർ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിനായകന്മാർ, കുഷ്മാണ്ഡഗ്രഹങ്ങൾ, ഉന്മാദദേവതകൾ, വേതാളം, പിന്നെ യാതുധാനന്മാർ, ഗ്രഹങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, ഗിരികൾ, മലമ്പാമ്പുകൾ, ഈ വക രൂപങ്ങളെയൊക്കെ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ്. കർമാനുസാരേണ വിവിധ ശരീരങ്ങളിൽ ആ ജീവരൂപേണ ഭഗവാൻ തന്നെ വ്യാപരിക്കുന്നു എന്ന് സാരം. അതുപോലെ ജലത്തിലും സ്ഥലത്തിലും വസിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള അവയെ സൃഷ്ടിക്കും 2 വിധത്തിൽ. അപ്പോൾ അത് ജരായുജങ്ങൾ, അണ്ടജങ്ങൾ, സ്വേദജങ്ങൾ, ഉത്ഭിദങ്ങൾ, ഇങ്ങനെ 4 വിധത്തിൽ പറയപ്പെടുന്നവയും ആ സൃഷ്ടിയിൽ ഉണ്ടാവുകയാണ്. നാനാരൂപങ്ങളിൽ സൃഷ്ടിക്കണു. കർമ്മഗതികൾ എത്ര ഉണ്ടെന്നും അവയുടെ രൂപങ്ങൾ ഏത് വിധമുള്ളതാണെന്നും രാജാവ് ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഇപ്രകാരമുള്ള രൂപഭേദങ്ങളുടെ ആ മറുപടി പറഞ്ഞു കൊടുത്തു. ഈ വിധം ആ ദേഹങ്ങളുണ്ടാവാനായിട്ട് കാരണത്തെ കാണിക്കുകയാണ്, പറയുകയാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളിൽ നിന്ന് ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ എന്നീ 3 വിധം ഗതിഭേദങ്ങൾ ഉണ്ടായി എന്ന് പറയണം. ഹരേ കൃഷ്ണ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതിൽ ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ എന്നീ 3 ഗതി ഭേദങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ സ്വത്വം അധികരിക്കുമ്പോൾ പുണ്യകർമ്മം ചെയ്യും, അപ്പോൾ ഉത്തമന്മാരായിട്ടുള്ള ദേവന്മാരായിട്ട് ഭവിക്കും. തമസ് അധികരിക്കുമ്പോൾ കർമ്മങ്ങളുടെ ഫലമായിട്ട് തിര്യക് ജന്തുക്കളായിട്ട് ഭവിക്കും. രജസ് അധികരിക്കുമ്പോൾ പുണ്യപാപ മിശ്രമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും, അപ്പോൾ മനുഷ്യരായിട്ട് ഭവിക്കും. അതിനാൽ ഗതികൾ ഇങ്ങനെ 3 വിധത്തിൽ ഉണ്ടാവണു എന്ന് പറയുകയാണല്ലോ. ആ ഭൂലോകം ഇങ്ങനെ അതിൽ 3 വിധത്തിൽ സ്വർഗം, നരകം, ഭൂലോകം എന്നിങ്ങനെ 3 സ്ഥാനങ്ങളും അതിനായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നിനും കാണപ്പെടുന്ന ബഹുവിധ ഭേദങ്ങൾക്ക് കാരണം സത്വാദി ഗുണങ്ങളുടെ താരമ്യത്താൽ അനേക ഗതികൾ കൊണ്ട് പരിശ്രമിക്കേണ്ടതില്ല എന്നാണ് ചുരുക്കം പറയണത്. ഹരേ കൃഷ്ണ. ഓരോ ഗുണങ്ങളും മറ്റോരോ ഗുണങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവയുടെ സ്വഭാവത്തിന് തടസ്സം വരണോ. അതുകൊണ്ട് 3 വിധം ഭേദഗതികൾ ഉണ്ടാകണത് എന്ന് ഇതുവരെ വായിച്ച ശ്ലോകങ്ങളിലൂടെയുള്ള ഭാഗങ്ങൾ ചുരുക്കം ഞാനൊരു ഗ്രന്ഥം നോക്കി വായിച്ചിട്ട് പറയുകയാണ്. കാരണം നമുക്ക് ഇത് കാണാണ്ടൊന്നും അറിയാൻ പറഞ്ഞല്ലോ. ഭാഗവതം തന്നെ വായിക്കണത് ഇപ്പോഴാണെങ്കിലും അത് വായിച്ചത് ഏകദേശം ഇതൊക്കെ എന്ന് ചിലപ്പോൾ അറിവുള്ളവർക്ക് ചിലപ്പോൾ അത് കൂടുതൽ തെളിഞ്ഞു വരും നമ്മളത് വായിക്കുമ്പോഴേ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുകയാണെങ്കിൽ സാധിക്കട്ടെ എന്നും കൂടി ഒരു ആഗ്രഹമുണ്ട്. സ ഏവേദം ജഗദ്ധാതാ ഭഗവൻ ധർമ്മരൂപദൃക് പുഷ്ണാദിസ്ഥാപയം വിശ്വം ദിര്യങ് നരസുരാത്മഭി തഥാ കാലാഗ്നിരൂപാ രുദ്രാത്മാ യത്സൃഷ്ടമിതമാത്മന സന്നിയശ്ചന്തി കാലേന ഘനാനീകം ഇവാനല ഇത്തം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമ നേതം ഭാവേന ഹി പരം ദ്രഷ്ടും അർഹന്തി സൂരയ നാസ്യ കർമാണി ജന്മാദൗ പരസ്യാനാനുവിധീയതേ കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാരോപിതം ഹി തദ് അയം തു ബ്രാഹ്മണകൽപ സവികൽപ ഉദാഹൃത വിധി സാധാരണോ യത്ര സർഗ പ്രാകൃത വൈകൃത പരിമാണം ച കാലസ്യ കൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താത് വ്യാഖ്യാസേ പാത്മം കൽപ്പം അഥോ ശൃണു ശൗനക ഉവാച യത് ആഹനോ ഭവാൻ സൂത ക്ഷത്ത ഭാഗവതോത്തമാ ചാരതീർത്ഥാനി ഭൂവാ ത്യക്താ ബന്ധുൻ സദുക്ത്യജൻ കുതാ കൗഷാരവേസ്തസ്യ സംവാദോധ്യാത്മ സംശ്രിതാ യദ്വാസാ ഭഗവാൻ തസ്മൈ പൃഷ്ടസ്തുത്വം ഉവാച ബ്രൂഹിനസ്തത് ഇദം സൗമ്യ വിദുരസ്യ വിചേഷ്ടിതം ബന്ധുത്യാഗനിമിത്തം ച തഥൈവാഗതവൻ പുനഃ സൂത ഉവാച രാജായാജ്ഞാപരീക്ഷിതപൃഷ്ടോ യത് അവാചോത് മഹാന്മുനി തദ്വോഭിദാസ്യേ ശൃണുത രാജ്ഞപ്രജ്ഞാനുസാരത. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ ശങ്കാനിരൂപണം നാമ ദശമോധ്യായ സമാപ്തോയം ദ്വിതീയസ്കന്ധ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ജഗത്തിൽ വിധാതാവ ഭഗവാൻ ധർമ്മരൂപവൻ ഉണ്ടാക്കി പാലിപ്പു വിശ്വം
നരസുരാത്മകം തന്നാൽ താൻ തീർത്ത വിശ്വം അനിലൻ മുകിൽ മാതിരി യഥാകാലത്തു കാലാഗ്നിരുദ്രാത്മാ വാഴ്സുമാത്മനി ഭഗവത്തമനെ തൻ്റെ ഗുണകർത്തൃത്വമോർത്തു ഞാൻ ചിത്രീകരിച്ചേ നീ മട്ടിൽ സൂരികൾക്കതിസമ്മതം ഭഗവാനില്ല കർമ്മത്വം സൃഷ്ടിസ്ഥിതി ലയങ്ങളിൽ അതുമായ നിർമ്മിതയാൽ ആകയാലെന്നവറന്മതം സംവികൽപ്പ ബ്രഹ്മകൽപ്പം നിനക്കായി വിവരിച്ചു ഞാൻ പ്രാകൃതം വൈകൃതം രണ്ടു അസ്പൃശ്യത്തിൻ്റെ രീതികൾ കാലത്തിൻ്റെ പരിണാമത്തെ ലക്ഷണപൂർവമായി തുടർന്നു പറയാം കേൾക്കൂ. പാത്മകൽപ്പം വരേക്കു നീ പിരിഞ്ഞുകൂടാത്ത ബന്ധുക്കളെയും വിതുരൻപുര വിട്ടു തീർത്ഥാടനം നിർവഹിച്ചു എന്നോതിയിലയോ മൈത്രേയനോടങ്ങവൻ സാധിച്ച അധ്യാത്മചർച്ചകൾ പുരുഷൻ. ഹരേ കൃഷ്ണ. അതിനിടയ്ക്ക് ശൗനകൻ പറഞ്ഞു എന്ന് വായിക്കാൻ മറന്നു കേട്ടോ. ശൗനകൻ പറഞ്ഞു, പിരിഞ്ഞുകൂടാത്ത ബന്ധുക്കളെയും വിതുരൻപുര വിട്ടു തീർത്ഥാടനം നിർവഹിച്ചെന്നോതിയില്ലയോ മൈത്രേയനോടെങ്ങവൻ സാധിച്ചത് അധ്യാത്മചർച്ചകൾ പൃഷ്ഠകനോടൊപ്പം അപ്പോൾ അങ്ങ് ഉപദേശിച്ചതെന്തുവാൻ വിതുരൻ ചെയ്തതെന്തേ ബന്ധുക്കളോടകലും വിധം പിന്നീട് അവരുമായി കൂടിച്ചേരുവാൻ എന്തു കാരണം പരീക്ഷിത്തി വിധം ചോദിച്ചിടവേ ശുഗമാമുനി പറഞ്ഞവ യഥാപൂർവം മുനിമാരെ കഥിപ്പു ഞാൻ എന്ന് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാം അധ്യായം രാജസംപ്രശ്നോത്തരം എന്ന പേരോട് കൂടിയിട്ടുള്ള ഈ 10-ാം അധ്യായം ഇവിടെ സമർപ്പിച്ച് ഇതോട് കൂടിയിട്ട് ദ്വിതീയ സ്കന്ധം ഇവിടെ തീർന്നു. ഇനി നമുക്ക് പാരായണം ചെയ്യേണ്ടത് തൃതീയ സ്കന്ധമാണ്. അതിപ്പോൾ ചോദിച്ച ചോദ്യത്തിനനുസരിച്ചിട്ട് വിദുരോദ്ധവ സംവാദം എന്ന പേരിലാണ് ഇനി ആ ഒരു പ്രകരണം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് അടുത്ത ദിവസമാണ് അത് പാരായണം ചെയ്യുക. ഇപ്പോൾ വായിച്ച 5-6 ശ്ലോകങ്ങളുടെയും കൂടിയും താൽക്കാലികമായിട്ട് ഇത് ഞാൻ പറഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ നോക്കിയിട്ടാണ് ഭാഗവതത്തിൻ്റെ അർത്ഥം പറയുന്ന ഗ്രന്ഥമുണ്ട്. എപ്പോഴോ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്കത് ഉപകാരപ്പെട്ടത്. വായിച്ചൊക്കെ ഞാൻ നോക്കാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് പേർക്കും കൂടി അത് വായിച്ച് പറയണതുകൊണ്ട് അത് ഉപകാരപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ഡിറ്റ് ഗോപാലൻ നായർ എഴുതിയ 7 വാല്യമായിട്ടുള്ള പുസ്തകമുണ്ട്. അതിൽ നോക്കിയിട്ടാണ് കുറേ ഭാഗങ്ങൾ വായിക്കുകയാണ് ചെയ്യണത്. പറയാനറിയാത്ത ഭാഗങ്ങളൊക്കെ ഇതിൽ നോക്കി വായിക്കും. പറയാനറിയണത് ഭഗവാൻ പറഞ്ഞു തരണ പോലെ, അതായത് ചിലതൊന്നും പറഞ്ഞു തന്നാൽ എനിക്കും കൂടെ മനസ്സിലാവില്ല എന്ന് ഗുരുവായൂരപ്പൻ അറിയാം. അപ്പോൾ അതൊക്കെ ഇതിൽ നോക്കി വായിച്ചോളാനാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞേക്കണേ. അപ്പോൾ പറയണു ബ്രഹ്മരൂപേണ സൃഷ്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ പറയണു ആ ബ്രഹ്മരൂപേണ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞുല്ലോ കാണിച്ചതിനെ തുടർന്നിട്ട് വിഷ്ണു രൂപേണ രക്ഷിക്കണതും ജഗൽകർത്താവായിട്ടുള്ള ഭഗവാൻ തന്നെ വിഷ്ണു രൂപത്തെ ധരിച്ചിട്ട് അതിൻ്റെ ഓരോന്നിനെയും നിലനിർത്തിക്കൊണ്ട് പരിപാലിക്കണു. ഇതിനുവേണ്ടി ഭഗവാൻ തിങ്കിങ്ങാദി വർഗങ്ങളിൽ സ്വരൂപത്തെ ധരിക്കണു. ഓരോ അവതാരങ്ങളിൽ ലോകത്തെ പരിപാലിക്കുന്നു എന്നാണ് അതിൻ്റെ ഇത് മത്സ്യം, അതുപോലെ കൂർമ്മ, പിന്നെ വരാഹം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾ. മത്സ്യം, കൂർമ്മം, വരാഹം അതൊക്കെ എങ്ങനെയാണ് ജന്തുക്കളായിട്ടാണ് അല്ലേ, ജന്തുക്കളുടെ രൂപത്തിലുള്ള അവതാരങ്ങൾ. പിന്നെ രാമൻ, കൃഷ്ണൻ തുടങ്ങിയിട്ട് മനുഷ്യാവതാരങ്ങൾ. പിന്നെ വാമനൻ, സുയജ്ഞാദി ആയിട്ടുള്ള ദേവതാവതാരങ്ങളൊക്കെ ഭഗവാൻ എടുത്തിട്ട് ലോകത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യണത്. രുദ്രൻ്റെ രൂപം എടുത്തിട്ട് സംഹരിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ തന്നിൽ തന്നെ താനാകുന്ന ഉപദാന ദ്രവ്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് വിശ്വത്തെ കാലം, പ്രളയമാകുന്ന അഗ്നിത എന്നീ സാധനങ്ങളാൽ
ആ രുദ്രസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നിൽ തന്നെ സംഹരിക്കുന്നു. അപ്പോൾ അത് എല്ലാം ഭഗവാൻ തന്നെയാണ്. പലതായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് വീണ്ടും അതെല്ലാം ഒന്നായിട്ട് ശരിയാണ്. ഭഗവാനല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയണം. ഭഗവാൻ എന്ന് പറയപ്പെടാൻ യോഗ്യരായിരിക്കുന്നതിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്ന് അറിയപ്പെട്ടു. വിവേകികൾ ഭഗവാന്റെ സ്വരൂപം ഇപ്രകാരമായിരിക്കും എന്ന് വിചാരിക്കണില്ലേ? അപ്പം അതുപോലെ ജഗൽക്കാരണത്വനെ ഭഗവാന്റെ ആ 3 ഭാവങ്ങളിലെ ഭഗവാൻ വന്നിട്ട് സൃഷ്ടിസ്ഥിതി ലയം എല്ലാം നടത്തുകയാണ് ചെയ്യണത്. ബ്രഹ്മാതി രൂപം ഉള്ളവനാണ് ഭഗവാനെന്ന് വിവേകികൾ കാണുന്നില്ല എന്ന്. അതായത് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയരൂപമായ കർമ്മത്തിൽ ഭഗവാനൊരു കർത്തൃത്വം ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ മായ കൊണ്ട് ഭഗവാനാൽ ആരോഗ്യിപ്പിക്കപ്പെട്ട കർത്തൃത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയണത് എന്ന് പറയണം. അങ്ങനെ ശരിക്കും ഇതൊക്കെ ഒരു ലീല മാത്രമാണ്. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു ലീലയാണ് ഈ സൃഷ്ടിസ്ഥിതി ലയങ്ങളൊക്കെ വരുന്നത്. കുട്ടികൾ എങ്ങനെയാണോ കളിക്കണത് അതുപോലെ ആ വിശ്വം ചമച്ച് അതിനെ രക്ഷിച്ച് കുറച്ച് കഴിഞ്ഞ് അതില്ലാണ്ടാക്കണു, പിന്നെ ആദ്യം ഉണ്ടാക്കണു. അല്ലെ, കുട്ടികൾ ഇങ്ങനെ കളിവീടും മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കില്ലേ? അവരെന്ത് ചെയ്യും? നല്ലതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനൊക്കെ നല്ലോണം പോലെ കുറച്ച് കഴിഞ്ഞാൽ അവരത് തട്ടിക്കളയണം. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ പക്ഷേ ഭഗവാൻ നമ്മൾ എന്താ ചെയ്യണേ? കുട്ടികളെന്താ ചെയ്യണേ? മണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളെ കൊണ്ടാണ്. ഭഗവാൻ തന്നിൽ നിന്ന് തന്നെയാണ്. അതാണ് വ്യത്യാസം. കുട്ടികളുടെ ഉദാഹരണം പറയണ്ടെങ്കിലും കുട്ടികൾ തന്നിൽ നിന്ന് അന്യമാണ് എന്ന് കാണുന്ന വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യണത് അല്ലെ മണ്ണ്. ഭഗവാൻ അങ്ങനെയല്ല. അവനവനിൽ നിന്ന് തന്നെ ഓരോന്നും സൃഷ്ടിച്ച് അത് നിലനിർത്തി അത് അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യണത്. ഏത് കൽപ്പത്തിലാണോ ബ്രഹ്മാവ് ജനിച്ചത് അതിന് ബ്രഹ്മകൽപ്പം എന്ന പേര്. അതുകൊണ്ട് ബ്രഹ്മകൽപ്പം എന്ന പേര്. അതിന് മഹാകൽപ്പം, അതിൽ ആ കൽപ്പത്തിന് മഹാകൽപ്പം എന്നുകൂടിയും ഒരു പേരുണ്ട്. മഹാകൽപ്പത്തിൽ മഹത്വത്വം മുതൽ ബുദ്ധി വരെയുള്ള ഉൽപ്പത്തിയുടെ ഉൽപ്പത്തിയുടെ സമ്മേളനത്താൽ ഉണ്ടാവുന്ന സ്ഥാവര ജംഗമാതി ഉൽപ്പത്തികൾ സാധാരണമായിട്ടുള്ള ഒരു ധർമ്മമാണ് എന്ന് പറയുക. പിന്നെ കാലത്തിൻ്റെ പരിണാമത്തെയും കാലത്തിൻ്റെ ലക്ഷണത്തെയും അവതാരകൽപ്പം, മന്വന്തരം ഇവയുടെ രൂപത്തെയൊക്കെ ക്രമത്തിൽ പറയാം എന്ന് പറയണു. അപ്പോൾ ശൗനകൻ അതൊക്കെ പറയുമ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്, അതെ ഭാഗവതന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള വിതുരർ നമ്മളെ പോലെയുള്ളവരുടെ പോലെ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ ചോദിക്കണത്. ശൗനകനും നമ്മളെപ്പോലെയുള്ളവരുടെ പോലെയാണ്. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവാണ്ടാവുമ്പോൾ മനസ്സിലാവണ പോലെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുമല്ലോ. അതുപോലെ ഇവിടെ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ ഇതുപോലെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണേ? ആ ഭാഗവത ഭക്തന്മാരിൽ വെച്ചിട്ട് ഉത്തമനാണല്ലോ വിതുരർ. ഏത് വിധത്തിലും ഉപേക്ഷിക്കാൻ നമുക്കൊക്കെ ബന്ധുക്കളെ ഉപേക്ഷിക്കാത്ത നമ്മുടെ സ്വത്ത് ഇതൊക്കെ ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. അതിനൊക്കെ ഇങ്ങനെ വിട്ടെറിഞ്ഞ് പോവാൻ വളരെ പ്രയാസമാണ്. പോവാന്ന് പറയുച്ചാലും പോകാനൊന്നും നടക്കില്ല. അതിനൊക്കെ ഉപേക്ഷിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എത്രയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിതുരരെങ്ങനെയാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകാനായിട്ട് എങ്ങനെയാണ് വിതുരർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? പിന്നെ ആ വിതുരരും മൈത്രേയ മഹർഷിയും തമ്മിലുണ്ടായ ആ ഭഗവാനെ പറ്റിയിട്ടുള്ള സംവാദം അത് എവിടെ വെച്ചാണ് ഉണ്ടായത്? എവിടെ വെച്ചാണ് നടന്നത്? അവരുടെ ചോദ്യവും മഹർഷി പറഞ്ഞ ഉത്തരമൊക്കെ എന്തായിരുന്നു? പിന്നെ വിതുരരുടെ എന്ത് പ്രവൃത്തിയാണ് ബന്ധുക്കളെ ഉപേക്ഷിച്ച് പോരാൻ കാരണമായത്? പിന്നെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന വിതുരർ പിന്നെ എന്തിനാ വീണ്ടും അവിടേക്ക് മടങ്ങി വന്നത്? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണു,
പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചതിന് ശ്രീശുക ബ്രഹ്മർഷി അരുളി ചെയ്തത് ചോദിക്കേണ്ട ആരാ? പരീക്ഷിത് മഹാരാജാവാണ്. ശൗനകൻ നമ്മളോട് പറഞ്ഞു തരികയാണ് ഇതൊക്കെ. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീ ബ്രഹ്മർഷിയാണ് ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഥ പറഞ്ഞിട്ട് ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതിന് കാരണമായ തത്വം, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പരീക്ഷിത് മഹാരാജാവിന് പൂർണ്ണമായിട്ടൊക്കെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ആവില്ല അറിയേണ്ടത്. അദ്ദേഹത്തിന് എന്തേ വേണ്ടു? ഭഗവാന്റെ കഥ കേട്ടാൽ മതി. നമുക്കും അങ്ങനെയാണല്ലോ. ഞാൻ പറയാറില്ലേ ചാത്തുമുത്തശ്ശനെ പറ്റിയിട്ട്, അദ്ദേഹം എപ്പോഴും പറയേ, അദ്ദേഹത്തിന് ബുക്ക് കിട്ടിയാൽ അതിങ്ങനെ മറച്ചു വെക്കും. കൃഷ്ണൻ എഴുതിയ ഭാഗമൊക്കെ ഉണ്ടെങ്കിലേ വായിക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും വായിക്കില്ല. കൃഷ്ണനെ പറ്റി എഴുതിയതൊക്കെ ആ പുസ്തകത്തിലുണ്ടെങ്കിൽ വായിക്കും. അത് ഒരു തവണയല്ല പലതവണ വായിക്കും. അല്ലാത്തതൊന്നും ആൾ വായിക്കാറില്ല എന്ന് പറയും. കൃഷ്ണനെ പറ്റി മാത്രം കേട്ടാൽ മതി എന്ന്. അതുപോലെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് ആ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ കണ്ട രൂപം, താൻ ജനിച്ചപ്പോൾ കണ്ട രൂപം എല്ലാം ഉണ്ട്. പിന്നെ ആ ഭഗവാനെ പറ്റിയിട്ട് കേൾക്കാനുള്ള കൊതി കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് അതിലേക്ക് എത്താൻ ഇനിയിപ്പോൾ നേരം വൈകുമോ, എങ്ങനെയാണാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഈശ്വര കഥകൾ കേൾക്കാൻ കൊതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നും പറയാം. നമ്മളൊക്കെ ഇത് വായിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, ഗുരുവായൂരപ്പൻ്റെ കഥ മതി എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നണ ആ നിമിഷത്തിൽ ഇതാ പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചു എന്ന് ശൗനകൻ പറയുകയാണ്. പരീക്ഷിത് രാജാവ് ചോദിക്കുമ്പോൾ അപ്പോൾ സൂതൻ പറയാണ്, ഋഷികളെ, പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക മുനി അരുളി ചെയ്ത ഉത്തരത്തേതാ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ചോദിച്ചു. അപ്പോൾ എന്താണ് ഇനി ശ്രീശുക ബ്രഹ്മർഷി അതിന് എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥയാണ് ഇനി അടുത്ത തൃതീയ സ്കന്ധം മുതൽ പറയാൻ ആരംഭിക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിതുര ഉദ്ധവ സംവാദം എന്ന രൂപത്തിലാണ്. അത് വേണ്ടതുപോലെയൊക്കെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ പാദത്തിലും ഭക്തന്മാരുടെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. വേണ്ടതുപോലെ അത് അനുഭവിച്ചുകൊണ്ട് വായിക്കാനും പറയാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം.